എന്നിവയ്ക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ഉള്ളടക്കം. പിന്നീട് ഫാഷൻ, വ്യക്തിവികാസം, മാനസികാരോഗ്യം തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു. യൂട്യൂബ് ചാനലിന് പുറമെ ദി രൺവീർ ഷോ എന്ന പോഡ്കാസ്റ്റ് പരമ്പരയും അല്ലാബാദി നടത്തുന്നു. പ്രിയങ്ക ചോപ്ര, ഡോക്ടർ എസ് ജയശങ്കർ, കുനാൽ ഷാ, ഗ്ലെൻ മഗ്രാത്ത്, കരീന കപൂർ തുടങ്ങിയ നിരവധി പേരാണ് അതിഥികളായി എത്തിയത്. അതിവേഗത്തിലാണ് സോഷ്യൽ മീഡിയയിൽ രൺവീർ അല്ലാബാദിയ താരമായി വളർന്നത്. 1 കോടിയിലേറെയാണ് രൺവീറിന്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ്. ഇൻസ്റ്റഗ്രാമിൽ 4.5 ദശലക്ഷത്തിലേറെ ഫോളോവേഴ്സ്. നിലവിൽ $40,000 സോഷ്യൽ മീഡിയയിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രതിമാസ വരുമാനം. ഇതാദ്യമായല്ല അല്ലാബാദിയ വിവാദ പരാമർശങ്ങൾ നടത്തി പൊല്ലാപ്പുണ്ടാക്കുന്നത്. യൂട്യൂബ് വീഡിയോകളിലെ പല പരാമർശങ്ങളും അദ്ദേഹത്തിനെതിരെ പലവട്ടം തിരിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫലമായി പലതവണ അല്ലാബാദിയെ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിനുകളും സമൂഹ മാധ്യമങ്ങളിൽ നടന്നിട്ടുണ്ട്. വിവാദങ്ങളിൽ പെടുമ്പോഴെല്ലാം ആത്മാർത്ഥതയില്ലാത്ത ഖേദപ്രകടനം നടത്തി രക്ഷപ്പെടുന്നയാൾ എന്നൊരു ചീത്തപ്പേരും രൺവീറിനുണ്ട്. എന്തായാലും ഇത്തവണ ബിയർ ബൈസെപ്സിന് നല്ലപോലെ ക്ഷീണം സംഭവിക്കുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ സംസാരം. വിവാദ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ പരിപാടിയുടെ നിർമ്മാതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നാണ് അല്ലാബാദി അറിയിക്കുന്നത്. തിരിച്ചടി നേരിട്ടു എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാവണം ഒരു മനുഷ്യൻ